ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. വ്യാപാരിയെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിക്കുകയും കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. 2 ആഴ്ചക്കിടെ 4ാമത്തെ ആക്രമണമാണിത്. ബുധനാഴ്ച രാത്രി 9ഓടെയായിരുന്നു സംഭവം. ഗോകൻ ചന്ദ്ര എന്ന ഫാർമസി ഉടമയാണ് ക്രൂര ആക്രമണത്തിന് ഇടയായത്. കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന അദ്ദേഹത്തെ ഒരു സംഘം വഴിയിൽ തടഞ്ഞു നിർത്തുകയും മാരകായുധങ്ങൾ ഉപയോഗിച്ച് പലതവണ കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. പിന്നാലെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ചന്ദ്ര സമീപത്തെ കുളത്തിലേക്ക് ചാടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും ഗുരുതരമായി പൊള്ളലേറ്റു. നിലവിൽ ശരീയത്പൂർ സദർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാട്ടുകാർ എത്തിയപ്പോഴേക്കും അക്രമികൾ ഓടിപ്പോയിരുന്നു. അക്രമികളെ തിരിച്ചറിഞ്ഞതായും 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ദമൂദ്യ പോലീസ് സ്റ്റേഷൻ ഓഫീസർ അറിയിച്ചതായി ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്ത യുവനേതാവ് ഉസ്മാൻ ഷരീഫ് ഹാദിയുടെ കൊലപാതകത്തെ തുടർന്നാണ് ബംഗ്ലാദേശിൽ അക്രമങ്ങൾ വർദ്ധിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ദീപു ചന്ദ്രദാസ്, അമൃത് മൊണ്ടൽ, ബജേന്ദ്ര വിശ്വാസ് എന്നിവർ ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടിരുന്നു. തുടർച്ചയായ ആക്രമണ സംഭവങ്ങൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള വ്യാപകമായ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്.